നിരവധി പുരസ്കാരങ്ങളുടെ നിറവിലാണ് തിരുവനന്തപുരത്തെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത്. തദ്ദേശ തലത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന മിക്ക പദ്ധതികളിലും മികച്ച പ്രവർത്തനമാണ്. സ്വന്തമായിട്ട് ഒരുപാട് വികസന പദ്ധതികൾ, ആശയങ്ങൾ, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ പ്രവർത്തനങ്ങൾ ഇതൊക്കെയും കണ്ടുവരാം. സംസ്ഥാനത്ത് തദ്ദേശ വകുപ്പിന്റെയും ഹരിത കേരള മിഷന്റെയും ഒക്കെ പദ്ധതികളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തുണ്ട് തലസ്ഥാനത്ത്. തിരുവനന്തപുരത്തെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത്. ഒരു ദേശീയ പുരസ്കാരം, 2 സംസ്ഥാന സർക്കാർ പുരസ്കാരം, ജില്ലാതല പുരസ്കാരങ്ങൾ വേറെ. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ ഗ്രാമവണ്ടി പദ്ധതിയാണ് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത്. ആകാശവാണിയുടെ മികച്ച കാർഷിക ഗ്രാമ പുരസ്കാരവും കൊല്ലയിലിന് സ്വന്തം. പഞ്ചായത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പദ്ധതിയാണ് ഗ്രാമവണ്ടി. രാവിലെ 6 മണിക്ക് സർവീസ് ആരംഭിച്ച് അതൊരു 10:40 അവസാനിപ്പിക്കും. പിന്നീട് 3 മണിക്ക് വീണ്ടും പുനരാരംഭിക്കും. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ നിരക്കാണ്. വെറും 10 രൂപയ്ക്കാണ് ഈ ഗ്രാമവണ്ടി പഞ്ചായത്തിലൂടെ ഓടുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വരുമാനത്തിനുള്ള മറ്റൊരു മാർഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലയിൽ പഞ്ചായത്ത്. ശേഖരിച്ചു കിട്ടുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. വിറ്റുകിട്ടുന്ന തുക 33 പേരടങ്ങുന്ന സേനാംഗങ്ങൾക്ക് തന്നെ. ഇപ്പോൾ 50,000 ചവിട്ടുമെത്തയുടെ ഓർഡറാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. 5 ലക്ഷം ചവിട്ടുമെത്തകൾ ഉണ്ടാക്കി എറണാകുളത്ത് സപ്ലൈ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അത് മുഴുവനും ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് ആ വരുമാനം പോകുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റി അവർക്ക് തന്നെ റീസൈക്കിൾ ചെയ്ത് ജനങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്ത് അതുപോലെ തന്നെ ആ കാശ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ലഭിക്കണം. ഇങ്ങനെ നൂതനമായ ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിപുലമായ പദ്ധതിയാണ് പച്ചത്തുരുത്ത്. പഞ്ചായത്തിൽ 2 ഏക്കറിലാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച രീതിയിൽ മിയോവാക്കി വനവൽക്കരണ പദ്ധതിയും നടപ്പിലാക്കി. 55 ഏക്കറിൽ നെൽകൃഷി, മോർണിംഗ് ആൻഡ് ഈവനിംഗ് വാക്കിംഗ് സെന്റർ, ബഡ്സ്, കുട്ടികൾക്കായി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ശുചിത്വ മിഷനുമായി ചേർന്ന് 1 കോടി രൂപ ചെലവിൽ പദ്ധതികൾ, ടേക്ക് എ ബ്രേക്ക് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾക്ക് സോളാർ പാനൽ, അതുവഴി വരുമാനം, യുവജനങ്ങൾക്കായി ടർഫ്, അങ്ങനെ സമഗ്ര മുന്നേറ്റത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ നീളുന്നു. തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം വിജയകരമായി നടപ്പിലാക്കുമ്പോഴും ഇനിയും എന്തെല്ലാം നേടിയെടുക്കണം, എവിടെയെല്ലാം മാറ്റങ്ങൾ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും പഞ്ചായത്തിനുണ്ട്. ശ്രീ CK ഹരീന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 1,75,00,000 രൂപയ്ക്ക് ക്രിക്കറ്റ് ടർഫ് സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നു വരികയാണ്. തൊട്ടിപ്പുറത്ത് സ്കൂളിനകത്ത് വരുന്ന 2 ഏക്കർ സ്ഥലത്ത് ബഹുമാന്യനായ MLA 1 കോടി രൂപ വീണ്ടും അനുവദിച്ച് ഒരു നാഷണൽ ലെവൽ സിന്തറ്റിക് റാക്ക് ഉൾപ്പെടെയുള്ള സ്റ്റേഡിയം വരികയാണ്. അങ്ങനെ 3 സ്റ്റേഡിയങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. വികസന പദ്ധതികളുമായി മുന്നോട്ട് തന്നെയാണ് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ യാത്ര. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.